ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ ഇന്നുണ്ടല്ലോ കോഴിക്കട്ട ഉണ്ടല്ലോ, കോഴിക്കട്ട ചക്ക വെച്ചുള്ള കോഴിക്കട്ട കേട്ടോ. ചക്ക ഇതിൻ്റെ അകത്ത് വയ്ക്കും, ഫില്ല് ചെയ്യും കോഴിക്കട്ടയ്ക്കകത്ത്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കോഴിക്കട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എല്ലാ ദിവസവും 2-3 ദിവസമായിട്ട് ചക്കയുടെ തന്നെ വീഡിയോ ആണ് ഇടുന്നത്. ചക്കട ഉണ്ടാക്കിയത് മിനിങ്ങാന്ന് ഇട്ടു. ഇന്നലെ ചക്കക്കുരു ഉണ്ടായിരുന്നു, അതിൻ്റെ അതും മാങ്ങയും കൂടി സ്പെഷ്യൽ അത് ഇട്ടു വീഡിയോ. പിന്നെ ഇന്നിപ്പോൾ ദേ തീർന്നു കേട്ടോ, ചക്ക ഉണ്ടായിരുന്ന ചക്കപ്പഴമൊക്കെ തീർന്നു. ഇതിപ്പോൾ ഇട്ടിരിക്കുന്നത് കോഴിക്കട്ടയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി നന്നായി വെട്ടിത്തിളച്ച വെള്ളത്തിലാണ് സാധാരണ എല്ലാവരും നമ്മളൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ ഞാൻ ശർക്കരയുടെ നീര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മാവിന് ഇത്തിരി മധുരം കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര നീര് ചൂടാക്കിയിട്ട് അതാണ് ഇതിനകട്ടോ. ഇത് കണ്ടോ, ശർക്കര നീര് ചൂടാക്കിയിട്ട് അതാണ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കേട്ടോ. കുറേ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ, ഒഴിച്ച് മാവ് കലക്കുന്നത്. അതുകൊണ്ടാണ് ഈ വൈറ്റ് കളർ അല്ലാതെ ഈ കളർ ആകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയുടെ കളറാണല്ലോ കിട്ടത്തുള്ളൂ. നന്നായി കൂട്ടി കുഴച്ചതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ അകത്ത് നമുക്കിനി ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ നേരത്തെ കാണാത്തവർക്ക് ഈ ഫില്ല് ചെയ്യണ കാര്യം ഇടയ്ക്ക് പറയുമ്പോൾ അവർക്ക് എന്തിനാ ഈ ഫില്ല് ചെയ്യണ കാര്യം പറയണമെന്ന് എന്താണെന്നറിയാമോ? അടയ്ക്കകത്ത് ഞാൻ ഒരിക്കലും ഫില്ല് ചെയ്യാറില്ല. എല്ലാം ഒരുമിച്ച് മാവിൽ മിക്സ് ചെയ്തതിന് ശേഷം നൈസായിട്ടാണത് ശരിയാക്കി എടുക്കാറ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. അപ്പോൾ അതേ നോക്കി, ഇതിൻ്റെ അകത്ത് കോഴിക്കട്ടയ്ക്കകത്ത് ഫില്ല് ചെയ്യണം. അത് ചെയ്യാനായിട്ട് ഇതിനകത്ത് ചക്ക നോക്കൂ, ചക്ക കണ്ടോ. ചക്ക ഞാൻ തേങ്ങയും വരിക്കച്ചക്ക വേണം കേട്ടോ ഇതിന് കേട്ടോ. തേങ്ങയും വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ജീരകം, പിന്നെ ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ അതും ഏലക്കായുടെ പൊടിയും കൂടി നന്നായി ഒന്ന് ഇത്തിരി നെയ്ക്കകത്ത് നന്നായി വരട്ടിയെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് അരിയണമെന്നേ ഉള്ളൂ കേട്ടോ. കോഴിക്കട്ടയുടെ കളറ് ഗോതമ്പ് പൊടിയുടെ കളറ് പോലെ ഇരിക്കുന്നത്, ശർക്കരയുടെ നീരിൻ്റെ കളറാണ്. നമ്മളിത് ഒരെണ്ണം ഉണ്ടാക്കി ഇതിൽ ഫില്ല് ചെയ്ത് അടുപ്പത്ത് വെച്ചു. ചക്ക നമ്മൾ ശരിയാക്കി എടുത്തപ്പോഴത്തേനും ഇതിൻ്റെ അകത്തേക്ക് ശർക്കരയുടെ നീര് അല്ലെങ്കിൽ ശർക്കര ഉണ്ടല്ലോ പൊടിച്ചത് നല്ലത് കിട്ടും പാക്കറ്റിൽ. അപ്പോൾ അതാണെങ്കിൽ ഇട്ടിട്ട് നമുക്ക് ആക്കിയാൽ മതി കേട്ടോ. തേങ്ങ ഇത്തിരി കുറവാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കേട്ടോ. തേങ്ങ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം, ഉപയോഗിക്കാം. ഇതിൻ്റെ നമ്മുടെ അത് ശരിയാണ് പാകം എടുക്കുമ്പോൾ. പിന്നെ നമുക്കത് വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് വെള്ളം വെട്ടി തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിത് ഉണ്ടാക്കി എടുക്കാമല്ലോ. ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനിത്തിരി ഇങ്ങനെ ഓക്കെ. ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആവി വരട്ടെ.